ഇത് സെൽസറിന്റെ അൺബ്രേക്കബിൾ സെപ്റ്റിക് ടാങ്ക് ആണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത ഇതും HDPE സെയിം മെറ്റീരിയൽ HDPE-ലാണ് ഈ പ്രോഡക്റ്റ്. ഇപ്പൊ ഈ പറഞ്ഞ അത് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ, ഏഷ്യയിലെ ആദ്യത്തെ അൺബ്രേക്കബിൾ സെപ്റ്റി ടാങ്ക് ആണ് വന്നിട്ടുള്ളത്. അൺബ്രേക്കബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടൂലെന്നാണോ? പൊട്ടില്ല. അതാണ് നമ്മുടെ കാർപോർച്ചിന്റെ അടിയിലെ സെപ്റ്റിക് ടാങ്ക് എവിടെ വെച്ചാലും ഇത് പൊട്ടില്ല, അതുപോലെ തന്നെ ക്രാക്ക് ആവില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. റീപ്ലേസ്മെന്റ് വാറണ്ടി ഇതിൽ കിട്ടും. റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഈ പ്രോഡക്റ്റിനുള്ളതാണ്. മാനുഫാക്ചറിംഗ് ഡിഫക്ട്, ക്രാക്കോ ലീക്കോ വരികയാണെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് മറ്റൊരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കും ഇതിന് പകരം. 10 വർഷത്തേക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കും. അതെ, അങ്ങനെ ഒരു ഗ്യാരണ്ടി ഉള്ള ഒരേ ഒരു സെപ്റ്റി ടാങ്ക് ആണ് സെൽസർ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്. പക്ഷെ ഇതിൽ മെയിൻ ആയിട്ട് നമ്മുടെ നാട്ടിലെ 70% വെള്ളവും അശുദ്ധമാണ്. അപ്പോ അതിന്റെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് സെപ്റ്റി ടാങ്ക് ആണ്. സെപ്റ്റി ടാങ്കുകൾ വാങ്ങുമ്പോൾ മാർക്കറ്റിൽ നമുക്ക് കോൺക്രീറ്റ് സെപ്റ്റി ടാങ്ക് കിട്ടും, പ്ലാസ്റ്റിക്കിന്റെ സെപ്റ്റി ടാങ്കുകൾ കിട്ടും. എന്നാൽ ഇതുവരെയുള്ള സെപ്റ്റി ടാങ്കുകൾ എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് സെപ്റ്റി ടാങ്ക് ഒക്കെ നിങ്ങൾക്കറിയാം, ചെറിയൊരു മെഷ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 24 മണിക്കൂറും 365 ദിവസവും ഒരു സെപ്റ്റി ടാങ്ക് പ്രവർത്തനക്ഷമമായാൽ അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വെള്ളം നിൽക്കുന്നിടത്ത് മരത്തിന്റെ വേര്, എവിടെ മരം ഉണ്ടെങ്കിലും വേര് അവിടെ എത്തും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കോൺക്രീറ്റ് സെപ്റ്റി ടാങ്കിലൊക്കെ മരത്തിന്റെ വേര് പാട പോലെ പറ്റി പിടിച്ചിട്ട് അതിനെ അടർത്തിയെടുക്കും. അപ്പൊ അതിനൊരു ക്രാക്ക് അവിടെ വരും. അതിൽ നിന്ന് മഴക്കാലത്ത് ഈ മെറ്റീരിയൽ ഭൂമിയിൽ ഇറങ്ങിയിട്ട് നമ്മുടെ കിണറുകൾ, ആ കിണറിലൂടെ അടുത്തുള്ള കിണറുകൾ, അങ്ങനെ നമ്മുടെ ഒരു നാട്ടിലെ കിണറുകൾ മൊത്തം അശുദ്ധമാവുകയാണ്.